ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് പീഡന പരാതി. ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചുവെന്ന് ബന്ധുവായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം കൃഷ്ണകുമാർ ആരോപണം നിഷേധിച്ചു. പരാതി കോടതിയും പോലീസും പരിശോധിച്ച് തള്ളിയതാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പരാതിക്ക് പിന്നിൽ സന്ദീപ് വാര്യരെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന് യുവതി ലൈംഗിക പീഡന പരാതി നൽകുകയും പരാതി പരിശോധിക്കാമെന്ന മറുപടി ഇമെയിലിൽ ലഭിച്ചതോടെയുമാണ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ബി.ജെ.പി. ആർ.എസ്.എസ്. നേതാക്കളോട് പരാതി പറഞ്ഞിട്ടും നീതി ലഭിച്ചില്ലെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. 2014 കേസിന് ആസ്പദമായ സംഭവം. ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ശാരീരികമായി അതിക്രമിച്ചെന്ന പരാതിയും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാതിയുമാണ് കോടതിയിലെത്തിയത്. വിഷയം കോടതി പരിശോധിച്ച് തള്ളിയതാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു. 15ലും 20ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15ലും 20ലും കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കാതിരുന്നു. എൻ്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ലൈംഗിക പീഡന പരാതി നിലനിൽക്കില്ലെന്ന് പോലീസ് കണ്ടെത്തിയതാണെന്നും സി കൃഷ്ണകുമാർ പറയുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും ആരോപണം നനഞ്ഞ പടക്കമാണെന്നും കൃഷ്ണകുമാർ. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവിത്ത് തന്നെയാണ് ഇതിന് പുറകിൽ. പാർട്ടി പരിശോധിച്ചാലും തന്റെ കയ്യിൽ പൂർണ്ണമായ തെളിവുണ്ടെന്നും യുവതിക്കും വാർത്ത നൽകിയ മാധ്യമത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം കൃഷ്ണകുമാറിനെതിരെ ഉയർന്നത് ബി.ജെ.പി. നേതൃത്വത്തിന് ബോധ്യപ്പെട്ട പരാതിയാണെന്നും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കൃഷ്ണകുമാറിനെ കുറെ കാലമായി സംരക്ഷിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. അതിന്റെ പിറക്കാതെ പോയ കൂടപ്പറപ്പാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുള്ള മുൻ സംഘടനാ സെക്രട്ടറി സുഭാഷിക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അവരുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കുട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എം.ടി. രമേശിന്റെ വീട്ടിൽ എറണാകുളത്ത് താമസിച്ചിരുന്ന വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങൾ കുട്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഈ കുട്ടി കൃഷ്ണകുമാറിന്റെ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റ സമയത്ത് അവർക്ക് ചികിത്സാ സഹായം കൊടുത്തത് ശ്രീ സുരേഷ് ഗോപിയാണ്. ബി.ജെ.പിയുടെ നേതാക്കന്മാർക്കൊക്കെ വസ്തുത ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുറെ കാലമായി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബോംബാണെന്നും വന്നപ്പോൾ പൊട്ടാസായി മാറിയെന്നും വി മുരളീധരൻ. ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് എന്ന് പറഞ്ഞ് നടക്കരുത്. ബോംബ് എന്നുള്ള പേരുകൾക്കും ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവമാണെന്നുള്ള ധാരണയാണ്. വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് മലയാളം, പാലക്കാട്.